ഹായ് ഹലോ, ഇന്ന് നമുക്കൊരു പിസ്സയുടെ റെസിപ്പി കാണാം. ഇത് നമ്മൾ പാനിലാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്ങും വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് അതിനായിട്ടൊരു ബേസ് തയ്യാറാക്കി എടുക്കാം. ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദയും 1 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും 1 ടീസ്പൂണ് പഞ്ചസാരയും 2 ടീസ്പൂണ് ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറു ചൂടുള്ള പാല് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊരു കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് 5 മിനിറ്റ് നേരം കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ബേസ് നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഹാർഡായിട്ട് കുഴച്ചെടുക്കരുത്. ഇതുപോലെ ഈ മാവ് കുറച്ച് ലൂസായിട്ട് വേണം ഇരിക്കേണ്ടത്. നമ്മൾ കൈവച്ച് തൊടുമ്പോൾ ഒട്ടിപ്പിടിക്കുന്ന രീതിയിലായിരിക്കണം കേട്ടോ. അങ്ങനെ കുഴച്ചെടുത്ത മാവ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. ഒരു 2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഇത് പൊന്തി വരും. ആ ഒരു സമയം നമുക്ക് ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് ചിക്കന് എല്ലില്ലാത്ത പീസ് ഇട്ട് കൊടുക്കാം. അതൊന്ന് വൈറ്റ് കളറായിട്ട് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികളായിട്ട് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും, പിന്നെ അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് ഗരം മസാല, 1/4 ടീസ്പൂണ് നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി ചെറുതായി കട്ട് ചെയ്തതും ക്യാപ്സിക്കം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് 1 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ഒരു സ്ലൈസ്ഡ് ചീസിൻ്റെ പകുതിയാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡിയായി കിട്ടി. നമ്മൾ സാധാരണ പിസ്സയിൽ ഉണ്ടാക്കണ പോലല്ല കേട്ടോ ഇത് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനുള്ള സോസ് തയ്യാറാക്കി എടുക്കാം. നമ്മൾ എത്രത്തോളം പിസ്സയുടെ ഡോ എടുക്കുന്നുണ്ട് നമുക്കറിയാമല്ലോ. അതിനനുസരിച്ച് നമുക്ക് കെച്ചപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. രണ്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ മാവൊക്കെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ. പാനിൽ കൈ വെച്ചിട്ട് തന്നെ പരത്തി കൊടുക്കുക. അതിന് ശേഷം ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച സോസ് മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ മൊസറല്ല ചീസ് കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിംഗ് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് പകുതി സ്ലൈസ്ഡ് ചീസ് ബാക്കി ഉണ്ടായിരുന്നല്ലോ അതും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ വീണ്ടും മൊസറല്ല ചീസ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സും ഒറിഗാനൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതൊരു 15 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിത് ഡയറക്റ്റ് ഫ്ലെയിം ഓണാക്കിയിട്ട് വെച്ച് കൊടുക്കല്ല കേട്ടോ ചെയ്യണത്. ഒരു പാനിൻ്റെ മുകളിലായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 2 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കുക. അതിന് ശേഷം ബാക്കി സമയം മുഴുവൻ ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ 15 മിനിറ്റ് നേരം ആകുമ്പോഴേക്ക് നമ്മുടെ പിസ്സ ഒക്കെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഫില്ലിങ് വെച്ചുകൊണ്ട് ഉണ്ടാക്കണോണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. സാധാരണ പിസ്സേനേക്കാളും ഭയങ്കര ടേസ്റ്റാണ് ഈ പിസ്സ കഴിക്കാനായിട്ട്. നമുക്കിത് പാനിൽ നിന്നൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.